ഇടുക്കി വെള്ളായിമറ്റത്ത് 13 കന്നുകാലികൾ ചത്ത സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തള്ളി ശാസ്ത്രജ്ഞർ. തീറ്റയായി നൽകിയ കപ്പത്തൊലിയിലെ സയനൈഡ് വിഷമാണെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ തള്ളിയത്. കപ്പത്തൊലി കഴിക്കുന്നതിലൂടെ പശുക്കളുടെ ജീവൻ നഷ്ടമാകാനുള്ള സാധ്യത കുറവാണെന്ന് CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു. ഇടുക്കി വെള്ളിയാമറ്റത്ത് 13 കന്നുകാലികൾ ചത്തതിനു പിന്നിൽ തീറ്റയായി നൽകിയ കപ്പത്തൊലിയിലെ സയനൈഡ് വിഷമാണെന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ തള്ളിയത്. കപ്പത്തൊലി കഴിക്കുന്നതിലൂടെ പശുക്കളുടെ ജീവൻ നഷ്ടമാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണെന്നും അതേസമയം കന്നുകുട്ടിക്ക് വൻതോതിൽ കപ്പത്തൊലി ആദ്യമായി നൽകിയാൽ സ്ഥിതി ഗുരുതരമാകാൻ സാധ്യത കൂടുതലാണെന്നും CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് ഇടുക്കി ജില്ലാ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ജെസി സി കാപ്പന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഹൈഡ്രോസൈനിക് ആസിഡ് കൂടുതലുള്ള കപ്പത്തൊലിയാണ് കന്നുകാലികൾക്ക് കൂടുതലായി നൽകിയതെന്ന് ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് PRO ഡോക്ടർ നിശാന്ത് M പ്രഭ പറഞ്ഞു. തമിഴ്നാട്ടിൽ മുഖ്യമായും കൃഷി ചെയ്യുന്ന കപ്പ ഇനങ്ങളിൽ 250 മുതൽ 300 മില്ലിഗ്രാം വരെ സൈനോഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത്തരം കിഴങ്ങ് കേരളത്തിലേക്ക് വൻതോതിൽ എത്തുന്നുണ്ടെന്നും ഇത് ഹാനികരമാണെന്നും ഡോക്ടർ ബൈജു പറഞ്ഞു. കേരളത്തിൽ ഉണ്ടാകുന്ന കപ്പയിൽ 1 ഗ്രാം കിഴങ്ങിൽ 50 മൈക്രോഗ്രാമിൽ താഴെ മാത്രമേ സൈനോഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ട് വിജയകരമായ 1ാം വാർഷികത്തിലേക്ക്. ഡിസംബർ 1 മുതൽ ജനുവരി 10 വരെയുള്ള പർച്ചേസുകളിൽ നിന്നും മെഗാ നറുക്കെടുപ്പിലൂടെ 20 ഭാഗ്യശാലികൾക്ക് ഉഗ്രൻ സമ്മാനങ്ങളും. ഡിസംബർ 24 വരെ ഓരോ ദിവസവും നറുക്കെടുപ്പുകൾ. PMSEB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ് പള്ളുരുത്തി.